DIY time. നമുക്ക് കുറച്ച് അടിപൊളി ദുപ്പട്ട ഡ്രേപ്സ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. നമസ്കാരം, ഞാൻ അർച്ചന, ഞാനൊരു ഡിസൈനർ, സ്റ്റൈലിസ്റ്റ്, ഇമേജ് കൺസൾട്ടന്റ് ആണ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും പുതിയതായിട്ടാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ആൻഡ് എ ബെൽ ഐക്കൺ പ്ലീസ് മറക്കരുത്. അത് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ എൻ്റെ വീഡിയോസും ഉടനെ കിട്ടുള്ളൂ. സോ ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ദുപ്പട്ട ഡ്രേപ്സ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ദുപ്പട്ട ഡ്രേപ്സ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൽ മിക്കവാറും കുറയണം നിങ്ങൾക്ക് ഓൾറെഡി 2-3 നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. മാത്രമല്ല ഇത് ഓൾറെഡി നേരത്തെ ഉള്ളത് തന്നെയാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈവ് ചെയ്യണമെന്നുള്ളൂ, ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ, സോ ദാറ്റ് വി ക്യാൻ ഡു ഇറ്റ് അഗൈൻ. ആൻഡ് 1-2 എൻ്റെ സൈഡിൽ നിന്നുള്ള 2 ട്വിസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ബിലീവ് യു വിൽ എൻജോയ് ദിസ് വീഡിയോ. ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഡ്രേപ്പ് കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ ദുപ്പട്ട വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ആദ്യം തന്നെ അതിൻ്റെ എഡ്ജ് എടുത്ത് ഈ എഡ്ജ് എടുത്തിട്ട് ഞാനിത് എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇതൊരു നല്ലൊരു ഡ്രേപ്പ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ഒരു ദുപ്പട്ട സ്റ്റൈലാണ്. ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഏറ്റവും അറ്റത്ത് നിന്ന് നമ്മളിങ്ങനെ പ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കുഞ്ഞ് പ്ലീറ്റ്സ് ആണ് ഇതിന് എടുക്കേണ്ടത്. കാരണം വെച്ചാൽ എത്ര അധികം പ്ലീറ്റ് ഉണ്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ഇരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഒന്ന് പ്ലീറ്റ് ചെയ്ത് ഇവിടെ കുത്തിയിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അത് ഇട്ടാൽ മതി. ഓക്കെ, ഇട്ടിട്ട് ഇത് രണ്ടും ഒരേ ലെങ്ത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്കിത് ഷോൾഡറിൽ സെക്യൂർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 എൻഡും, ഈ ബാക്കിൽ നിന്നുള്ള ഈ എൻഡ്, ഓക്കെ, ആൻഡ് ഫ്രണ്ടിൽ നിന്നുള്ള ഈ എൻഡ്, ഈ 2 എൻഡും കൂടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഈ നോട്ട് ഇട്ടിട്ട് ഇത് നമ്മൾ ഈ ഷോൾഡറിൻ്റെ പുറത്തേക്ക് ഇടും. ഓക്കെ, എന്നിട്ട് ഈ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. സോ 2 രീതിയുണ്ട്. ഒന്ന്, നമുക്ക് ഈ നോട്ട് ഇങ്ങനെ കാണുന്ന പോലെ, അതായത് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഈ നോട്ട് ഇങ്ങനെ കാണുന്നത് നല്ല ഇഷ്ടമായിരിക്കും. അല്ല, നമുക്ക് കാണാൻ അത് താല്പര്യമില്ലെങ്കിൽ ഇതിങ്ങനെ ബാക്കിലേക്ക് ഇടാം. എന്നിട്ട് നമ്മളിവിടുത്തെ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൗൾസ് ആണ്, നല്ല ഇങ്ങനെ ലെയർ ആയിട്ട് ഈ കൗൾസ് കിടക്കും. അത് നല്ല രസമാണ്. അപ്പോൾ അത് പ്ലെയിനിലൊക്കെ ആണെങ്കിലും പിന്നെ ഇങ്ങനത്തെ ഒക്കെ പ്രിന്റിലാണെങ്കിലും ഒക്കെ നല്ല വിസിബിൾ ആയിരിക്കും. ആൻഡ് യുവർ ഹാൻഡ്സ് ആർ ഫ്രീ. നമുക്ക് എന്ത് വേണമെങ്കിലും സുഖമായിട്ട് ഇവിടെ കുത്തി ഇതിവിടെ ഇരുന്നോളും. അല്ല, വേണമെങ്കിൽ ഒരു പിന്ന് കുത്താം. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് ട്രേ. രണ്ടാമത്തെ ഡ്രേപ്പ് ഞാൻ ഇങ്ങനെ ഒരു ദുപ്പട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ബോർഡർ ഒക്കെ ഉള്ള ദുപ്പട്ട, അല്ലെങ്കിൽ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ദുപ്പട്ട ഇതിന് നല്ലതാണ്. ഇൻഫാക്ട് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ കുറച്ചൊരു ഡെക്കറേറ്റീവ് ദുപ്പട്ട പ്ലെയിൻ കമ്മീസിൻ്റെ ഒക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് മതി. ദാറ്റ്സ് ഇനഫ് ഫോർ ദ ലുക്ക്. ഇത് അങ്ങനെ ഒരു ദുപ്പട്ടയാണ്. ഇതിലും കൂടുതൽ വർക്ക് ഉള്ളതൊക്കെ ആവാം. ഇത് ബോർഡർ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു എഡ്ജ് എടുത്തിട്ട് നമ്മൾ പ്ലീറ്റ് ചെയ്യാം. അപ്പം ബോർഡർ ഉള്ളപ്പോൾ നമുക്ക് പ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പം എന്ന് പറഞ്ഞാൽ ഈ ബോർഡറിൻ്റെ ഈ വീതിയിൽ പ്ലീറ്റ് ചെയ്താൽ മതി. നമ്മൾ സാരിയിലൊക്കെ അങ്ങനെ പലപ്പോഴും ചെയ്യാറുണ്ട്. ആ വീതി വെച്ചിട്ട് അതാണ് നമ്മുടെ ഒരു മെഷർ. എന്നിട്ട് അത് വെച്ച് നമ്മൾ ഇങ്ങനെ പ്ലീറ്റ് ചെയ്യും. അത് മെയിൻ ഈ കുഞ്ഞു പ്ലീറ്റ്, ഈ ബോർഡർ തീർന്നു. ഇതിപ്പോൾ കുഞ്ഞു ബോർഡറായിട്ട് നല്ലതാണ്. അപ്പോൾ അങ്ങനെ. അപ്പം ഞാനിത് ഈ പറഞ്ഞ പോലെ ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലീറ്റ് ചെയ്ത് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതായി. And then you put it onto one shoulder. ഇത് ചെയ്തിട്ട് പ്ലീറ്റ് ചെയ്തിട്ട് ഈ സൈഡിലിടുക. ലെങ്ത് നോക്കുക, വാട്ട് എവർ ലെങ്ത് യു വാണ്ട്. ഓക്കെ, ആ ലെങ്ത് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു സൈഡ് എടുത്തിട്ട് ഈ സൈഡ് നമ്മൾ വെറുതെ ഇങ്ങനെ ഡ്രേപ്പ് ചെയ്യാം. അപ്പോൾ ഈ ബോർഡറൊക്കെ കാണുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഈ സൈഡ് എടുത്ത് ഇവിടെ കുത്തും. അപ്പോൾ ഒരു സൈഡിൽ പ്ലീറ്റും മറ്റേ സൈഡിൽ ബോർഡറും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു കൈ നമുക്കിങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ അതുപോലെ വർക്കൊക്കെ ഉള്ള ദുപ്പട്ടയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ആൻഡ് ഈ സൈഡിൽ അത് നല്ല സെക്യൂർ ആയിട്ട് പിൻഡായിട്ട് പ്ലീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇറ്റ്സ് വെരി ക്ലീൻ ഇവിടെ. ആൻഡ് ദെൻ യു ക്യാൻ ഹാവ് ദാറ്റ് ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്കിത് ചെയ്യാം. ഇനി മൂന്നാമത്തതിൽ
ഇതേപോലെ തന്നെ പ്ലീറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ നാരോ ആയിട്ട് തന്നെ ഇതിലെടുക്കണം. ഓക്കെ, സോ നമ്മളിങ്ങനെ ഫുള്ള് നാരോ ആയിട്ട് എടുത്തു. ഇത് നമ്മൾ ഈക്വൽ ലെങ്ത്തിലെടുത്തു. ഞാനൊരു നല്ലൊരു ബ്രോച്ച് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഇതൊരു നമുക്കൊരു കഴുത്തിലൊക്കെ ജ്വല്ലറി ഇടാതെ തന്നെ ഒരു ഡെക്കറേറ്റീവ് നോട്ടിൽ ദുപ്പട്ട എങ്ങനെ ഇടാന്നുള്ളത്. അപ്പോൾ ഒരു എൻ്റെ കയ്യിലിരിക്കുന്ന ബ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഇങ്ങനെയുണ്ട്, ഗോൾഡൻ ആൻഡ് കുറച്ച് കല്ലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടൊരു ബ്രോച്ച് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിങ്ങനെ കുത്തിയിട്ട് വേണ്ട അപ്പോൾ ഇതങ്ങനെ കഴുത്തിലേക്ക് ഇടുക. ഡു യു അണ്ടർസ്റ്റാൻഡ്? രണ്ട് സൈഡും കറക്റ്റ് ചെയ്തു കഴുത്തിലേക്ക് ഇടുമ്പോൾ ഇതാണ് നല്ല രസത്തിൽ ഈ ബ്രോച്ചിങ് ഇങ്ങനെ നല്ല ഡെക്കറേറ്റീവ് ആയിട്ട് കിടക്കും. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു സ്റ്റൈലാണ്, വെരി എക്സ്ക്ലൂസീവ്. പിന്നെ ഇപ്പോൾ ചിലർക്ക് ഇങ്ങനെ കയറ്റി ഇടുന്നത് താല്പര്യമില്ലെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് ഇത് കുറച്ചൊന്ന് ഇങ്ങനെ ഇറക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെ ഇറക്കിയാലും അതവിടെ ഇങ്ങനെ കിടക്കും. അപ്പോഴും നോക്കൂ, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. കാരണം നമുക്ക് ജ്വല്ലറി ഇടുന്നതിന് പകരം നമ്മളിങ്ങനെ ഒരു ഡെക്കറേറ്റീവ് ബ്രോച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി വെരി പ്രിറ്റി ആൻഡ് വെരി എക്സ്ക്ലൂസീവ്. ഇനിയത്തതും ഈ പറഞ്ഞ പോലെ ഈ പ്ലീറ്റ് നമുക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, കീപ്പ് ചെയ്തിട്ട് നമുക്കിത് ഫുള്ള് രണ്ടും ഒരേ ലെങ്ത്തിലേക്ക് കൊണ്ടുവരാം. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ടാവണം, പിന്നെ ഒരു സെക്യൂർ പ്ലീറ്റഡ് ആയിട്ട് വന്നില്ലേ. സി, ഇത് രണ്ടും ഒരേ ലെങ്ത്തിൽ. ഓൾറൈറ്റ്, എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് നമ്മൾ സാരിയൊക്കെ പ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ്. ഞാനിപ്പം ഇവിടെ കുത്തിയിട്ടില്ല, ബാക്കിലാണ് കുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കത് ഒന്നും കൂടെ നമ്മുടെ ഡ്രസ്സിൽ കുത്താം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഓവർലാപ്പ് ചെയ്തിട്ട് ഇവിടെ കുത്താം. നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുത്തി വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണിത്. ഇവിടെ പിന്നു കുത്താം, വേണമെങ്കിൽ അകത്ത് പിന്നു കുത്തിയാൽ മതി. ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതേ ബ്രോച്ച് കുത്താനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, കാരണം അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് കാരണം ഇത് ഇവിടെ ഇങ്ങനെ നടക്കും. ആൻഡ് ബാക്കി ഇങ്ങനെ സാരിയുടെ പോലെ പ്ലീറ്റായിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇങ്ങനെ സാരി പ്ലീറ്റ് പോലെ കിടക്കും, സൈഡിൽ ഇങ്ങനെ ബ്രോച്ച് വയ്ക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത അഗൈൻ ഹാൻഡ്സ് ഫ്രീ ആണ്. നമുക്കിതിങ്ങനെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നോ പ്രോബ്ലം. ലൈക്ക് ദിസ് കാണാം. അപ്പോൾ നെക്സ്റ്റ് വന്ന് നമ്മളിപ്പോൾ ജസ്റ്റ് ഈ സ്റ്റൈലിൽ പറഞ്ഞ പോലെ ഞാൻ കാണിക്കുന്ന സ്റ്റൈല് ഒരു ട്വിസ്റ്റാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇടുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അതായത് ഫുള്ള് വർക്കൊക്കെ ഉള്ള ദുപ്പട്ടയാണ് നമ്മളിങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ ഇടുമ്പോൾ ഓക്കെ നമ്മൾ ഫുൾ കവറാണ്. ഇതൊന്ന് കുറച്ച് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ ഒരു സ്ലോപ്പിനെസ് ഉണ്ട്, ബിക്കോസ് ഇതിപ്പോൾ ട്രാൻസ്പെറൻറ്റ് ദുപ്പട്ട ആയതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ സ്ലീവൊക്കെ കാണാം, ഓർഗൻസ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഫുൾ അങ്ങോട്ട് കവേർഡാവും. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ കുറച്ച് പ്ലീറ്റാണ് ഇതിലെടുക്കുന്നത്, ഫുള്ള് പ്ലീറ്റ് ചെയ്യേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുറച്ച് പ്ലീറ്റ് ചെയ്യാം. ഓക്കെ, 4 പ്ലീറ്റൊക്കെ നമ്മൾ എടുക്കുക. ജസ്റ്റ് ഇവിടെ പറഞ്ഞാൽ പിന്നെയാണ് അത് കുറച്ച് ദൂരം കൂടി എടുക്കുക. ഒരു പിന്നിലൂടെയും ഇടാം. ആൻഡ് കുറച്ച് ദൂരം കൂടെ വിട്ടിട്ട് കുറച്ച് സ്പേസും കൂടെ വിട്ടിട്ട് അതേ പ്ലീറ്റ് സെയിം പ്ലീറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇത് ട്രാക്ക് ചെയ്തിട്ട് വിടും. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. ഇതുണ്ട്, ഇങ്ങനെ 2 സൈഡും പ്ലീറ്റ് ചെയ്തു, കുറച്ച് പ്ലീറ്റ് ചെയ്തു, ഇതുണ്ട് കുറച്ച് പ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളത് ജസ്റ്റ് ഇങ്ങനെ ഇടുക. ഓക്കെ, സീനോ? ഓക്കെ, അത് 2 സൈഡും കുറച്ച് പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് ഇവിടെ ഈ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് കുത്തി വയ്ക്കാം.
ആണോ? ഓക്കെ, ഇങ്ങനെ കുറച്ച് പ്ലേറ്റ് എടുത്ത് രണ്ട് സൈഡ് ഇട്ടുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഇത് ഇവിടം വരെ കിടക്കത്തുള്ളൂ. സോ വാട്ട് ഹാപ്പൻസ് നമുക്ക് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഫ്രീ. ഇവിടെ രണ്ട് പിന്ന് സെക്യൂർ ചെയ്ത് അത് ഇവിടെ ഇങ്ങനെ കിടന്നോളും. ബോർഡർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണും. കുറച്ച് കയ്യിലേക്ക് എക്സ്റ്റൻഷൻ ഉള്ളൂ. സീ ദാറ്റ്? അപ്പോൾ ഇറ്റ്സ് വെരി പ്രിറ്റി. Now I would prefer again to use a brooch. Why? Because ഭയങ്കര ഭംഗിയാണ്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ വന്നില്ലേ, ഇതിനെ നേരെ ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് രണ്ടും കൂടെ എടുത്തിട്ട് ഒരു നെക്ക് ലൈൻ പോലെ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട്, ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ I am going to put a brooch, sorry. See that? അപ്പോൾ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര റോയലാണ്. സീ ദാറ്റ്? നമ്മളിങ്ങനെ യു ഹാവ് കവേർഡ് യുവർ സെൽഫ്, യു പുട്ട് എ ബ്രോച്ച് ഹിയർ. ഇതിങ്ങനെ ഫ്രീ ഫ്ലോയിങ് ആണ്. ആൻഡ് ദിസ് ഇസ് ഹിയർ. അപ്പോൾ ഈ പറഞ്ഞ കഴുത്തിൽ വേറെ ഒന്നും ഇടണ്ട. ആൻഡ് യുവർ ഹാൻഡ്സ് ആർ ഫ്രീ. അഗൈൻ യു ആർ ഗുഡ് ടു ഗോ. അപ്പോൾ അതൊക്കെയാണ് ഓൾ മൈ ഫേവറേറ്റ് ദുപ്പട്ട ഡ്രേപ്സ്. എല്ലാവരും ആ ഡ്രേപ്സ് ഒക്കെ കണ്ടു. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഡ്രേപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ ഇനിയും ചെയ്യുക. അതുപോലെ ഞാൻ കാണിച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റൽ രീതിയിൽ ആക്സസറി ബ്രോച്ച് യൂസ് ചെയ്ത് നോക്കാം. ഡെഫിനറ്റ് യു വിൽ റിയലി ലവ് ദാറ്റ് ലുക്ക്. സോ ഇവിടെ ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡു നോട്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് ബെൽ ഐക്കോൺ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഉടനെ തന്നെ നിങ്ങളെ കാണുന്നതായിരിക്കും. ഫാഷൻ, സ്റ്റൈൽ, ഇമേജ്, ഇതൊക്കെയാണ് എൻ്റെ വിഷയങ്ങൾ. എന്തെങ്കിലും ക്വയറി, ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് ആസ് ഓൾവേസ് ഐ സേ, stay happy, stay healthy, keep your positive thoughts live and kicking, and have trust in the future. Always keep smiling. See you soon. Signing off, Archana Sankar.